ഹായ് ഓൾ. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മൾ കൺജഷൻ കൺട്രോൾ പഠിച്ച സമയത്ത് എന്താണ് കൺജഷൻ കൺട്രോൾ, നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ എന്താണ് കൺജഷൻ നമ്മൾ പഠിച്ചാണ് അല്ലേ. നെറ്റ്വർക്കിനെ താങ്ങാൻ പറ്റുന്നതിനേക്കാൾ, നെറ്റ്വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വോളിയം അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിലേക്ക് ഡാറ്റ സപ്ലൈ ചെയ്താൽ അല്ലേ എന്ത് ചെയ്യും, ആ ട്രാഫിക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നെറ്റ്വർക്കിന് കഴിയാതാകുന്ന ഒരു മെക്കാനിസം അല്ലേ, കൺജഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ കൺജഷനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് മെക്കാനിസവും ഓപ്പൺ ലൂപ്പിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എന്താണ് ഈ കൺജഷൻ കൺട്രോൾ മെക്കാനിസത്തിൻ്റെയൊക്കെ ആവശ്യം? ഒരു സർവീസിന് ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ. നമ്മൾ കൊടുക്കുന്ന സർവീസിന് ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് സർവീസാണ് ഈ മെക്കാനിസത്തിൻ്റെയൊക്കെ ഒരു കൺജഷൻ കൺട്രോൾ മെക്കാനിസത്തിൻ്റെയൊക്കെ ഒരു പ്രധാന ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി അഷുറൻസ് മെക്കാനിസമാണ് ട്രാഫിക് ഷേപ്പിംഗ്. ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. അതിനുശേഷം നമുക്ക് ലീക്കി ബക്കറ്റ് അൽഗോരിതത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. സോ വാട്ട് ഈസ് ട്രാഫിക് ഷേപ്പിംഗ്? ട്രാഫിക് ഷേപ്പിംഗ് ഈസ് എ മെക്കാനിസം to control the amount and the rate of traffic sent to the network. We know a network can tolerate or accommodate a fixed transmission rate that will be predetermined or pre-decided. അല്ലേ, നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന, നമ്മൾ നേരത്തെ പഠിച്ച പല മെക്കാനിസങ്ങളുടെ സഹായത്തോടെ ഒരു നെറ്റ്വർക്കിന് എന്താണ് ഒരു നെറ്റ്വർക്കിന്റെ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീഡിറ്റർമിൻഡ് ആണ് അല്ലേ. പലപ്പോഴും സപ്പോസ് ഒരു നെറ്റ്വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 Mbps ആണെന്നിരിക്കട്ടെ. അപ്പം 3 Mbps വഴി വരുന്ന സ്പീഡ് വരുന്ന എല്ലാ ഡാറ്റയും ഇതിനകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളൊരു ഇന്റർനെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇറ്റ് ഇസ് എ ഹെട്രോജീനസ് നെറ്റ്വർക്ക് അല്ലേ. നമ്മൾ പണ്ട് എപ്പോഴും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ കണക്ട് ചെയ്യപ്പെടുന്ന ഡിവൈസുകളും അവരുടെ സ്പീഡും ഒക്കെ പലതാണ്. അപ്പം ഇഫ് യു ഗെറ്റ് എ ഹൈ സ്പീഡ് ഡാറ്റ വിച്ച് ഇസ് മോർ ദാൻ ദ ഡാറ്റ ദാറ്റ് ക്യാൻ ബി വിസ്റ്റേൺ ബൈ ദ നെറ്റ്വർക്ക്, എന്ത് ചെയ്യും? അതായത് ഒരു നെറ്റ്വർക്കിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ റേറ്റിൽ, സ്പീഡിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വോളിയം ഓഫ് ഡാറ്റ ഒരു നെറ്റ്വർക്കിലേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? സോ വി ഹാവ് എ മെക്കാനിസം കോൾഡ് ട്രാഫിക് ഷേപ്പിംഗ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ദ റേറ്റ് ഓഫ് ഡാറ്റ ട്രാഫിക് സെൻഡ് ടു എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന ട്രാഫിക്കിന്റെ ആ ഒരു സ്പീഡിനെ കൺട്രോൾ ചെയ്ത് അതിന് കൺജഷൻ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെക്കാനിസമാണ് ട്രാഫിക് ഷേപ്പിംഗ് അല്ലേ. ട്രാഫിക് ഷേപ്പിംഗ് നമുക്ക് 2 അൽഗോരിതത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ അൽഗോരിതത്തിന്റെ പേര് ലീക്കി ബക്കറ്റ് അൽഗോരിതം എന്നും രണ്ടാമത്തെ അൽഗോരിതത്തിന്റെ പേര് ടോക്കൺ ബക്കറ്റ് അൽഗോരിതം എന്നും പറയുന്നത് 2 അൽഗോരിതത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ട്രാഫിക് ഷേപ്പിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ലീക്കി ബക്കറ്റ് അൽഗോരിതത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വി ഹാവ് എ ബക്കറ്റ് ഹിയർ ആൻഡ് ദർ ഇസ് എ ടാപ്പ്. ഇവിടെ കാണാൻ നോക്കുക, ഈ ടാപ്പിൽ നിന്നും ബക്കറ്റിലേക്കുള്ള വെള്ളത്തിന്റെ ഫ്ലോ യു ക്യാൻ ഹാവ് റാൻഡം പോയിന്റ്സ് ഓഫ് ഡാറ്റ ഫ്ലോ. ലൈക്ക് ഡാറ്റ ഫ്ലോ മീൻസ് വാട്ടർ ഫ്ലോ. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മുടെ ടാപ്പ് നമുക്ക് പല രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഒരു ഹൈ സ്പീഡിൽ ചെയ്യാം, നമുക്ക് സ്പീഡ് കുറച്ച് ചെയ്യാം, ഇടയ്ക്ക് ഓഫ് ചെയ്ത് റാൻഡം ആയിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. സോ വാട്ട് എവർ ദ സ്പീഡ് വാട്ടർ ഈസ് പോർഡ്, വാട്ടർ പോർ ചെയ്യുന്ന ആ സ്പീഡ് എന്താണെങ്കിൽ അത് എങ്ങോട്ടേക്കാണ്, ഒരു ബക്കറ്റിലേക്കാണ് വരുന്നത് അല്ലേ. ഈ ബക്കറ്റിൽ ഇത് വന്ന് സ്റ്റോർ ചെയ്യുവാണ്. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബക്കറ്റ് എന്താവും, ഓവർഫ്ലോ ആവും അല്ലേ. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളം മുഴുവൻ വേസ്റ്റേജ് ആണ് അല്ല, വേസ്റ്റാണ്, ഓവർഫ്ലോ ആയി പോയി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കിയേ, ഈ ബക്കറ്റിന് താഴെ ഒരു ചെറിയ ഹോളുണ്ട്. എത്ര സ്പീഡിൽ ഈ വെള്ളം ബക്കറ്റിനകത്തേക്ക് വന്നാലും ഹോളിന്റെ വലുപ്പം അനുസരിച്ചിട്ടല്ലേ വെള്ളം ആ ഹോളിൽ കൂടെ പുറത്തേക്ക് പോകത്തുള്ളൂ. ഇതാണ് ലീക്കി ബക്കറ്റ് അൽഗോരിതം ചിന്തിക്കുന്നത്. അതായത് വാട്ട് എവർ ദ റേറ്റ് അറ്റ് വിച്ച് ദ ഡാറ്റ ഈസ് കമ്മിങ് ടു എ നെറ്റ്വർക്ക്, ദാറ്റ് നെറ്റ്വർക്ക് വിൽ ബി ഹാവിംഗ് എ മെക്കാനിസം that will control and send the data to the network with a fixed rate that is something same as the rate at which the water is leaked from a hole in a bucket. Okay, ഒരു ബക്കറ്റിലെ ഒരു ലീക്ക് ഹോൾ വഴി ലീക്ക് ആകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റന്റ്. അത് ബക്കറ്റിലേക്ക് വരുന്ന വെള്ളത്തിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, ശരിയല്ലേ. അതാണ് ഇവിടെ ലീക്കി ബക്കറ്റ് അൽഗോരിതം ഈസ് യൂസ്ഡ് ടു സ്മൂത്തൻ എ ബേഴ്സ്റ്റി ട്രാഫിക്. എന്താണ് ബേഴ്സ്റ്റി ട്രാഫിക്? ഹൈ സ്പീഡ്, ഹൈ വോളിയം ഓഫ് ട്രാഫിക്കിനെയാണ് നമ്മൾ ബേഴ്സ്റ്റി ട്രാഫിക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹൈ വോളിയം ഓഫ് ട്രാഫിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ബേഴ്സ്റ്റി ട്രാഫിക് എന്നാണ് വിളിക്കുന്നത്. ഈ ബേഴ്സ്റ്റി ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം ഓഫ് ഡാറ്റ. എന്നിട്ട് ഈ വരുന്ന ഏത് വോളിയം ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ പ്രൊവൈഡിങ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്ര സ്പീഡിൽ വെള്ളം ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിച്ചാലും ബക്കറ്റിൽ നിന്ന് ആ ഒരു ഹോള് വഴി പുറത്തേക്ക് പോകുന്നത് എന്താണ്, ദാറ്റ് വിൽ ബി അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് അല്ലേ. അതാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ പോയിന്റുകളാണ് അവിടെ കിടക്കുന്നത്. സപ്പോസ് വി ഹാവ് എ ബക്കറ്റ് ഇൻ വിച്ച് വി ആർ pouring water at random points in time, but we have to get the water at a fixed rate. To achieve this, we will make a hole at the bottom of this bucket. അതെ, ബക്കറ്റ് താഴെ നമ്മളൊരു ഹോള് സെറ്റ് ചെയ്യുന്നു. സോ വാട്ട് വി വിൽ ഡു, വി വിൽ എൻഷുർ ദാറ്റ് ദ വാട്ടർ കമ്മിങ് ഔട്ട് ഈസ് അറ്റ് എ ഫിക്സഡ് റേറ്റ്. വാട്ട് എവർ ദ സ്പീഡ് അറ്റ് വിച്ച് ദ വാട്ടർ ഈസ് pouring into the bucket, it will be coming out of the bucket through this hole at a constant rate അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ബക്കറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ടാപ്പ് ഓഫ് അടയ്ക്കും അല്ലേ. അതേ തന്നെയാണ്, എപ്പോഴാണ് ബക്കറ്റ് ഫുള്ളാകുന്നത്, ദെൻ ദ ട്രാൻസ്മിഷൻ വിൽ ബി സ്റ്റോപ്ഡ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പിക്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇത് ആക്ച്വലി എടുത്തിരിക്കുന്നത് ഗീക്സ് ഫോർ ഗീക്സ് എന്നുള്ള വെബ്സൈറ്റിൽ നിന്നാണ്. സെയിം പിക്ചർ തന്നെ ഫുറോസാൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുമുണ്ട്. സപ്പോസ് നമ്മുടെ ഈ ഒരു, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒരു നെറ്റ്വർക്കിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3 Mbps ആണെന്നിരിക്കുന്നത്. സോ ദ നെറ്റ്വർക്ക് സപ്പോർട്ട്സ് ദ ട്രാൻസ്മിഷൻ അറ്റ് എ സ്പീഡ് ഓഫ് 3 Mbps. ബട്ട് യു ക്യാൻ സീ ഫസ്റ്റ് ടോപ്പ് പൊസിഷനിൽ കിടക്കുന്ന ആ ഒരു പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാം, ഫോർ ദ ഫസ്റ്റ് 2 seconds the data is transmitted or data is coming into the network at a speed of 12 Mbps അല്ലേ. നെറ്റ്വർക്കിലേക്ക് ഒരു ഡാറ്റ വരുന്നത് 12 Mbps സ്പീഡിലാണ് ഫോർ ദ ഫസ്റ്റ് 2 seconds. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 12 Mbps ആണെങ്കിൽ ഈ ഒരു സമയത്ത് 12 × 2 24 മെഗാബിറ്റ് ഡാറ്റ വരുന്നില്ലേ ഈ ഒരു സമയത്ത് മാത്രം അല്ലേ. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി, പിന്നെ ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ സെന്റർ സൈലന്റ് ആണ്. ഫ്രം 2 to 7 ദ സെന്റർ ഇസ് നോട്ട് ട്രാൻസ്മിറ്റിംഗ് എനി ഡാറ്റ. ആ സമയത്ത് സെന്റർ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നോക്കി, ഒരു 7ാമത്തെ സെക്കൻഡ് മുതൽ 10ാമത്തെ സെക്കൻഡ് വരെയുള്ള 3 സെക്കൻഡുകളിൽ 2 Mbps വെച്ചാണ്. അപ്പോൾ 2 × 3 seconds അല്ലേ, 6 MB ആണ് ആ സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മെഗാബിറ്റ് 6 മെഗാബിറ്റ് ആണ് ആ സമയത്ത്. അപ്പോൾ ടോട്ടൽ എത്ര മെഗാബിറ്റ്സ് ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട്, 24 + 6 30 മെഗാബിറ്റ്സ് ഡാറ്റ എങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഈ നെറ്റ്വർക്കിലേക്ക് പുറത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, നെറ്റ്വർക്കിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് അല്ലെങ്കിൽ നെറ്റ്വർക്കിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് വെറും 3 Mbps ആണ്. ചില സമയത്ത് എന്ത് ചെയ്യാം, അതിനേക്കാൾ കൂടുതൽ സ്പീഡ് ഡാറ്റ വരാം, ചില സമയത്ത് അതിനേക്കാൾ കുറഞ്ഞ സ്പീഡ് ഡാറ്റ വരാം അല്ലേ. അപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല ഏത് സ്പീഡിലാണ്. കാരണം ഇത് വരുന്നത് ഹെട്രോജീനിയസ് പുറത്തുനിന്നൊരു നെറ്റ്വർക്കിൽ നിന്നാണ് ഈ ഡാറ്റ നമുക്ക് പലപ്പോഴും വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഈ ടോട്ടലി ആക്ച്വലി 30 മെഗാബിറ്റ്സ് പോയിട്ടുണ്ട്. താഴത്തെ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, 0 എന്ന് വിളിക്കുന്ന സെക്കൻഡ് മുതൽ ഈ നെറ്റ്വർക്കിൽ കൂടെ ഡാറ്റ ഫ്ലോ ആവുന്നുണ്ട്. പക്ഷെ എത്ര സമയം എടുത്ത്, ഒരു സെക്കൻഡിൽ 3 മെഗാബിറ്റ്സ് വെച്ച് ടോട്ടൽ 10 സെക്കൻഡ് അല്ലേ. അപ്പോൾ 10 × 3 എത്ര കിട്ടി? ആക്ച്വലി ഇവിടെ 30 മെഗാബിറ്റ്സ് സെൻഡ് ആവുന്നുണ്ട് അല്ലേ. എത്ര സമയം കൊണ്ട്? 10 സെക്കൻഡ്. വന്ന എല്ലാ 30 മെഗാബിറ്റ്സിനെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്കൻഡിൽ 3 Mbps എന്ന് പറയുന്ന സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ഡാറ്റയും ട്രാൻസ്മിറ്റ് ആയില്ലേ. ഇതാണ് നമ്മുടെ ലീക്കി ബക്കറ്റ് അൽഗോരിതം ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്കൊരു നമുക്ക് ആക്ച്വലി ലീക്കി ബക്കറ്റ് 2 സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ചില സമയത്ത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഫ്രെയിമിങ് പഠിച്ച സമയത്ത് വേരിയബിൾ ലെങ്ത് ഫ്രെയിമിംഗ് ഉണ്ട്, ഫിക്സഡ് ലെങ്ത് ഫ്രെയിമിംഗ് ഉണ്ടെന്ന് വിളിച്ചല്ലേ. അപ്പോൾ എങ്ങനെ ഏത് ഫ്രെയിമിംഗ് മെക്കാനിസം അല്ല ഏത് പാക്കറ്റ് ആണ്, ഇത് ഫിക്സഡ് ലെങ്ത് പാക്കറ്റ് ആണെങ്കിലും വേരിയബിൾ ലെങ്ത് പാക്കറ്റ് ആണെങ്കിലും ഈ ലീക്കി ബക്കറ്റ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ക്യൂവിന്റെ സഹായം, നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിനകത്തുള്ള ക്യൂവിന്റെ സഹായത്തോടു കൂടിയാണ്. നമുക്കറിയാം ക്യൂ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫിഫോ എന്ന് പറഞ്ഞ മാനറിലാണ് അല്ലേ. അതായത് ഫസ്റ്റ് ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്ന ഐറ്റം ആയിരിക്കും ക്യൂവിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത്. ഫ്രണ്ട് ഉണ്ട്, റിയർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ ഹെഡ് എന്നും ടെയിൽ എന്നും വിളിക്കാം അല്ലേ. ഇതൊക്കെ നമ്മൾ വിളിക്കും. ഫിക്സഡ് സൈസ് ആണ്, പാക്കറ്റിന്റെ സൈസ് ഫിക്സഡ് ആണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മളൊരു ഫിക്സഡ് സൈസ് ഡാറ്റ ഓരോ ക്ലോക്ക് സൈക്കിളിലും റിമൂവ് ചെയ്താൽ മതി. ക്യൂവിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പുതിയ ഡാറ്റയ്ക്കുള്ള സ്പേസ് ആ ക്യൂവിൽ വരും അല്ലേ.
പക്ഷേ വേരിയബിൾ ലെങ്ത് ആണെങ്കിലോ അത് ഓരോ പാക്കറ്റിൻ്റെ സൈസ് ഓരോ സമയത്ത് ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം മാറ്റി വെക്കണം എന്ന് എളുപ്പം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു അൽഗോരിതത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ അൽഗോരിതം നിങ്ങൾ S6 നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ലാബിനകത്ത് ലീക്കി ബക്കറ്റ് അൽഗോരിതം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അത് ഈ അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നമ്മളൊരു കൗണ്ടർ സെറ്റ് ചെയ്യുന്നു. കൗണ്ടറിൻ്റെ വാല്യൂ ഒരു വാല്യൂ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നു n. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എന്നിൻ്റെ വാല്യൂ 1000 സെറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ ഇപ്പം ഒരു ക്യൂ ഉണ്ട്, അത് നമ്മുടെ ബഫറാണ് അല്ലെങ്കിൽ നമ്മുടെ ബക്കറ്റാണ്. ഓക്കെ, ക്യൂ ഉണ്ട്, അതിനകത്ത് വാല്യൂസ് ഉണ്ട് 200, 700, 500, 450, 400, 200. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു ഈ റൈറ്റ് മോസ്റ്റ് പൊസിഷനാണ് എൻ്റെ റിയർ, എൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹെഡ് എന്ന് വിളിക്കുന്നത്, ഹെഡ് അല്ലെങ്കിൽ ഫ്രണ്ട്. ഈ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനാണ് എൻ്റെ റിയർ, അതല്ലെങ്കിൽ അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു, ടെയിൽ എന്ന് വിളിക്കുന്നു. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനകത്ത് പഠിച്ചത് ഹെഡ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് വിളിക്കാം, മറ്റേ ടെയിലിനെ അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, റിയർ പോർഷൻ എന്ന് വിളിക്കാം, അല്ലേ? നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് എപ്പോഴും ഇൻസേർഷൻ, ഒരു ക്യൂവിൽ ഇൻസേർഷൻ നടക്കുന്നത് അതിൻ്റെ റിയർ പോയിന്റിലും ഡിലീഷൻ അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് പോപ്പ് ചെയ്യപ്പെടുന്നത്, റിമൂവ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ കൗണ്ടറിൻ്റെ വാല്യൂ എന്ത് സെറ്റ് ചെയ്തു, n എന്ന് സെറ്റ് ചെയ്തു. ഞാനിവിടെ എക്സാമ്പിൾ എന്നിൻ്റെ വാല്യൂ 1000 എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. റിപ്പീറ്റ് അണ്ടിൽ n is smaller than the packet size of the packet at the head of the queue. ഈ എന്നിൻ്റെ വാല്യൂ എപ്പോഴാണോ ഈ ഹെഡിൽ കിടക്കുന്ന വാല്യൂവിനേക്കാൾ ചെറുതാകുന്നത് ആ സമയത്ത് ഈ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് ആദ്യം നോക്കാം, എന്നിൻ്റെ വാല്യൂ 1000 ആണ്. 1000 ഈ ഹെഡിൽ കിടക്കുന്ന വാല്യൂവിനേക്കാൾ ചെറുതാണോ? അല്ല, ചെറുതല്ല. കാരണം 1000 200-നേക്കാൾ ചെറുതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, അല്ലേ? അണ്ടിൽ എന്ന് പറഞ്ഞാൽ അതാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലേ? പോപ്പ് എ പാക്കറ്റ് ഔട്ട് ഓഫ് ദ ഹെഡ്, അതായത് ഈ പാക്കറ്റ് ഈ ഹെഡ് ഇതിൽ നിന്നും എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതായത് നമ്മൾ ഈ ക്യൂവിൽ നിന്നും ഈ ഒരു പോയിന്റ് റിമൂവ് ചെയ്തു, അതിനെന്ത് ചെയ്തു, നെറ്റ്വർക്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ 200 എന്ന് പറയുന്ന അല്ലെങ്കിൽ 200 മെഗാബിറ്റ് എന്ന് പറയുന്ന ആ സൈസുള്ള പാക്കറ്റ് എന്ത് ചെയ്തു, നെറ്റ്വർക്ക് കൂടെ ഇപ്പോൾ ഫ്ലോ ചെയ്തു തുടങ്ങി. അപ്പോഴും ക്യൂവിൽ നിൽക്കുന്ന ആരാ, 400 ഇപ്പം ഹെഡായി, അല്ലേ? 400 ആണ് ഇപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുന്നത് ക്യൂവിന് വേണ്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിക്രിമെന്റ് ദ കൗണ്ടർ ബൈ ദ സൈസ് ഓഫ് ദ പാക്കറ്റ്. ആ കൗണ്ടറിന്റെ വാല്യൂ ആദ്യം 1000 ആയിരുന്നു. കൗണ്ടറിന്റെ വാല്യൂ എന്തായി മാറും, കൗണ്ടർ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, കൗണ്ടർ ഇപ്പോഴത്തെ കൗണ്ടറിന്റെ വാല്യൂ മൈനസ് സൈസ് ഓഫ് ദ പാക്കറ്റ് അറ്റ് ദ ഹെഡ്, അല്ലേ? അപ്പം നോക്കിയേ, ഈ പാക്കറ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 200 അല്ലായിരുന്നോ, നേരത്തെ 1000 അല്ലായിരുന്നോ കൗണ്ടറിന്റെ വാല്യൂ? അപ്പോൾ 1000 മൈനസ് 200 എത്ര കിട്ടി, കൗണ്ടറിന്റെ വാല്യൂ ഇപ്പം 800 ആണ്, അല്ലേ? കൗണ്ടറിന്റെ വാല്യൂ 800 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യും, എന്ത് ചെയ്യും, ഇപ്പോഴത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, ഇപ്പോഴത്തെ കൗണ്ടറിൻ്റെ വാല്യൂ എത്രയാണ്, ഇപ്പോഴത്തെ കൗണ്ടറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എണ്ണം നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്, അല്ലേ? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 800 ആണ്. 800 200-നേക്കാൾ ചെറുതാണ്, 200 ഇപ്പോൾ ഹെഡിൽ നിൽക്കുന്ന പൊസിഷൻ 400 ആണ്, അല്ലേ? 400-നേക്കാൾ ചെറുതാണോ? ചെറുതല്ല. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ എപ്പോഴാണ് ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യേണ്ടത്, ചെറുതാവുമ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്. കാരണം അണ്ടിൽ, അല്ലെ, റിപ്പീറ്റ് അണ്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ സിയിലും അല്ലെങ്കിൽ ജാവയിലും ഒക്കെ നമ്മൾ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഒക്കെ പഠിച്ച സമയത്ത് റിപ്പീറ്റ് അണ്ടിൽ അതിനൊരു ഓപ്പോസിറ്റ് വേർഷനാണ്, അല്ലേ? അതാകുന്നവരെ നമ്മൾ ലൂപ്പിംഗ് കോൺസെപ്റ്റിൻ്റെ സ്യൂഡോ കോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 800 400-നേക്കാൾ ചെറുതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 400-നെ നമ്മൾ എന്ത് ചെയ്തു, ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇതും എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ഹെഡ് ഇനി ഏതാ, ഹെഡ് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഒരു ഹെഡ്, അല്ലേ? ഹെഡ് എന്ന് വിളിക്കുന്നത് ഈ പൊസിഷനാണ്. ടെയിൽ പഴയ പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ടെയിലിലേക്ക് ഡാറ്റ ആഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം, അല്ലേ? വരുന്ന പാക്കറ്റിലേക്ക് ഈ ടെയിലിലേക്ക് വന്ന് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത വീണ്ടും ചെക്ക് ചെയ്യും. അതിന് മുമ്പ് ഒരു കാര്യം നോക്കണം, കൗണ്ടറിൻ്റെ വാല്യൂ 800 ആയിരുന്നു. വീണ്ടും നോക്കുമ്പോൾ 800 മൈനസ് ഇപ്പോൾ പോയ വാല്യൂ എത്രയായിരുന്നു, 400. അപ്പം ബാക്കി എത്ര കിട്ടി, കൗണ്ടർ അല്ലെ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി, 400 കിട്ടി. 400 ലെസ് ദാൻ ഇപ്പൊ ഹെഡിൽ നിൽക്കുന്ന വാല്യൂ 450 ആണ്. അപ്പൊ എന്ത് ചെയ്തു, റിപ്പീറ്റ് അണ്ടിൽ n ഈസ് സ്മോളർ. n സ്മോളർ ആകുന്നത് വരെ റിപ്പീറ്റ് ആയി. എന്ത് പറ്റി, നമ്മൾ ലൂപ്പിന് പുറത്തു വന്നു. കണ്ടോ,
ലൂപ്പിന് പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ, വീണ്ടും കൗണ്ടറിന്റെ വാല്യൂ റീസെറ്റ് ചെയ്യും. എത്രയായിട്ട് സെറ്റ് ചെയ്യും? നമുക്ക് ഇവിടുത്തെ എക്സാമ്പിളിൽ 1000 സെറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോ പൊസിഷനും നമ്മൾ എന്ത് ചെയ്യും? ക്യൂവിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതനുസരിച്ച് സ്പേസ് കിട്ടുമ്പോൾ ടൈലിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാല്യൂ വന്ന് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ലീക്കി ബക്കറ്റ് അൽഗോരിതത്തിന്റെ ഇംപ്ലിമെന്റേഷൻ. ആദ്യം നമ്മൾ കൗണ്ടർ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ കൗണ്ടറിന്റെ വാല്യൂ അല്ലെങ്കിൽ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ആ എന്നിന്റെ വാല്യൂ അല്ല കൗണ്ടറിന്റെ വാല്യൂ എപ്പോഴെങ്കിലും ഒരു ക്യൂവിന്റെ ഹെഡ് നിൽക്കുന്ന വാല്യൂവിനേക്കാൾ ചെറുതാകുവാണെങ്കിൽ അതുവരെ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ നെറ്റ്വർക്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലീക്കി ബക്കറ്റ് അൽഗോരിതം. I hope you understood it. Okay, thank you.